വെനസ്വേലൻ താൽക്കാലിക പ്രസിഡന്റിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡെൽസി റോഡ്രിഗസിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ട്രംപ്. യുഎസിന്റെ പിടിയിലായ നിക്കോളസ് മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും ഇന്ന് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് തീവ്രവാദ കേസിലാണ് മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും ഇന്ന് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കുന്നത്. മഡൂറോയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 40-ലേറെ പേർ കൊല്ലപ്പെട്ടതായി വെനിസ്വേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമർ പെഡ്രിനോ അറിയിച്ചു. നേരത്തെ മഡൂറോ തന്നെയാണ് തങ്ങളുടെ പ്രസിഡന്റെന്ന് വെനിസ്വേലയുടെ വൈസ് പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയുമായ ഡെൽസി റോഡ്രിഗസ് പ്രസ്താവിച്ചിരുന്നു. UN സുരക്ഷാ കൌൺസിലിന്റെ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടതും ഇവർ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങൾ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെനിസ്വേലൻ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് UN സെക്യൂരിറ്റി കൌൺസിൽ യോഗം ചേരും. അതേസമയം വീറ്റോ അധികാരമുള്ള അമേരിക്ക ഒരുപക്ഷെ ചർച്ച ഉൾപ്പെടുത്തിയ അജണ്ട തന്നെ തള്ളിക്കളയാനുള്ള സാധ്യതയുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.